2023 season comes to an end. എന്റെ മോടെ പിറന്നാൾ വിളിക്കാൻ വന്നത് എല്ലാവരും വരണം. കണ്ടില്ലേ, ഇതൊക്കെയാണ് നമ്മൾ ഈ വർഷം സോഷ്യൽ മീഡിയയിൽ കണ്ടത്. നിരവധി ട്രെൻഡുകൾ ഉണ്ടായിരുന്ന വർഷമായിരുന്നു 2023. ചിലത് വന്നതുപോലെ തന്നെ പെട്ടി മടങ്ങിപ്പോയി, മറ്റു ചിലത് അവിടെ ഇവിടെയും തട്ടി വിജയം കണ്ടു. 2023 അവസാനിക്കുമ്പോൾ ഈ വർഷം എന്തൊക്കെയായിരുന്നു നവമാധ്യമ ലോകത്ത് സംഭവിച്ചത് എന്ന് നോക്കാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ എന്നീ മുതിർന്ന പ്ലാറ്റ്ഫോമുകൾക്ക് എതിരായി രംഗത്തെത്തിയ പുതിയ പിള്ളേരാണ് BeReal, Threads, Partyful. വ്യത്യസ്ത രീതിയിലുള്ള കണ്ടന്റുകൾ കൊണ്ടും രൂപം കൊണ്ടും ഉപഭോക്താക്കളെ ആകർഷിക്കാമെന്ന് കരുതി മാർക്ക് സുക്കർബർഗ് പുറത്തിറക്കിയ സംരംഭമായിരുന്നു Threads. ഉപഭോക്താക്കൾക്ക് അവരുടെ ഫോളോവേഴ്സുമായി ചെറിയ ടെക്സ്റ്റ് പോസ്റ്റുകൾ പങ്കിടാനും മൈക്രോ ബ്ലോഗിങ്ങിനുമായി രൂപകൽപ്പന ചെയ്ത ആപ്ലിക്കേഷനാണ് Threads. സിമ്പിളായി പറഞ്ഞാൽ ട്വിറ്ററിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മെറ്റാ ഓപ്പറേഷൻ. മാധ്യമപ്രവർത്തകരും എഴുത്തുകാരുമൊക്കെ ഇപ്പോഴും Threads ഉപയോഗിക്കുന്നുവെങ്കിലും ചെറുപ്പക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ Threadsന് കഴിഞ്ഞില്ല. ഇപ്പോഴും പലരുടെയും ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും മറ്റ് പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം കാരണം ഉപഭോക്താക്കളുടെ ശ്രദ്ധ ഇതിലേക്ക് എത്താൻ ഏറെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ വർഷം യുവജനങ്ങൾക്കിടയിൽ ഏറ്റവും ശ്രദ്ധ നേടിയ പ്ലാറ്റ്ഫോമാണ് BeReal. 2020 പുറത്തിറങ്ങിയ ഒരു ഫ്രഞ്ച് സോഷ്യൽ മീഡിയ ആപ്പാണ് BeReal. അലക്സിസ് ബാരിയാറ്റും കെവിൻ പെറോയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത BeRealന് ഇന്ത്യയിൽ ധാരാളം ഉപഭോക്താക്കളുണ്ട്. തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഫിൽട്ടർ ചെയ്യാത്തതും എഡിറ്റ് ചെയ്യാത്തതുമായ നിമിഷങ്ങൾ പങ്കിടുന്നതും നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നുവെന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നതിനുമാണ് BeReal ഉപയോഗിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും 2023 BeRealന്റെ ജനപ്രീതി ആരംഭിച്ചത്. ഇപ്പോൾ യുഎസിലെ ഏറ്റവും മികച്ച സോഷ്യൽ മീഡിയ ആപ്പുകളിൽ ഒന്നാണ് BeReal. പക്ഷേ കേരളത്തിൽ BeRealന് ഉപഭോക്താക്കൾ കുറവാണ്. ഈ വർഷം ട്രെൻഡായി മാറിയ മറ്റൊന്നാണ് Partyful. ഇതൊരു ആപ്ലിക്കേഷൻ അല്ല, പകരം ഒരു വെബ്സൈറ്റ് ആണ്. തങ്ങളുടെ അതേ താല്പര്യങ്ങൾ പങ്കിടുന്ന മറ്റുള്ളവരെ കണ്ടെത്താനും അവരുമായി ബന്ധപ്പെടാനും ആളുകളെ സഹായിക്കുന്നതാണ് ഈ പ്ലാറ്റ്ഫോം. പുതിയ സുഹൃത്തുക്കളെയോ പാർട്ട്നേഴ്സിനെയോ കാമുകന്മാരെയോ കണ്ടെത്താൻ Partyful എളുപ്പമാക്കും. കേരളത്തിൽ ഇതിന് വലിയ ഉപഭോക്താക്കൾ ഇല്ലെങ്കിലും വടക്കേ ഇന്ത്യയിൽ ധാരാളം ആളുകളാണ് Partyful ഉപയോഗിക്കുന്നത്. പാർട്ടി സ്പോട്ടുകൾ, ഹോസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ വിവരങ്ങൾ എല്ലാം ഇതിൽ ലഭ്യമാണ്. ആഘോഷ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നതിനും Partyful വളരെ ഗുണകരമാണ്. ഇത്തരത്തിൽ പുതിയ പ്ലാറ്റ്ഫോമുകൾ ഉയർന്നു വന്നപ്പോൾ ചില പഴയ ആപ്പുകൾ മങ്ങാനും തുടങ്ങി. പ്രത്യേകിച്ച് ഫേസ്ബുക്ക് അടുത്ത കാലത്തായി ഉപഭോക്താക്കളുടെ ഇടപെടലിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനെല്ലാം കാരണം മറ്റ് ആപ്പുകളുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയും സ്വീകാര്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ, കൂടാതെ ഫേസ്ബുക്കിന് മുൻപത്തെ പോലെ ജനപ്രീതി ഇല്ലെന്നുള്ള വാദവും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ വർഷം സോഷ്യൽ മീഡിയ രംഗത്തുണ്ടായ ഏറ്റവും വലിയ മാറ്റമാണ് ട്വിറ്ററിന് സംഭവിച്ചത്. ട്വിറ്ററിന്റെ കിളിപോയ വർഷമെന്ന് 2023 വിശേഷിപ്പിക്കാം. ജൂലൈ 23 ട്വീറ്റുകളുടെ കുത്തൊഴുക്കിൽ എലോൺ മസ്ക് ട്വിറ്റർ ബാൻഡിനോട് വിട പറഞ്ഞു. ഒട്ടും താമസിക്കാതെ കമ്പനിയുടെ ഐക്കണിക് ബോട്ട് ചിഹ്നം മാറ്റി. വെബ്സൈറ്റിലും ട്വിറ്ററിന്റെ പ്ലാറ്റ്ഫോമിലും ഒരു പുതിയ എക്സ് ലോഗോ വന്നു. ഇലോൺ മസ്കിന്റെ സന്തത സഹചാരിയായ വാൾട്ട് ഐസക് തന്റെ ആത്മകഥയിൽ ഈ മാറ്റത്തെക്കുറിച്ച് എഴുതിയിരുന്നു. ട്വിറ്റർ എന്ന പ്ലാറ്റ്ഫോം തുടങ്ങുന്നതിന് മുൻപ് തന്നെ എക്സ് എന്ന പേരിൽ ബ്രാൻഡിനെ രേഖപ്പെടുത്തണമെന്ന് മസ്കിന് ഉദ്ദേശമുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ ട്വിറ്റർ ഉപഭോക്താക്കൾ നിരവധിയാണ്. പേരിലും രൂപത്തിലും വന്ന മാറ്റം ആപ്പിനെ ബാധിച്ചിട്ടില്ല. ട്വീറ്റ് എന്ന വാചകം മാറി ഇപ്പോൾ പോസ്റ്റ് എന്ന ഓപ്ഷനാണ് എക്സിലുള്ളത്. നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന മറ്റ് പ്ലാറ്റ്ഫോമുകൾക്കും ഈ വർഷം വന്ന മാറ്റങ്ങൾ ഒരുപാടാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒട്ടനവധി അപ്ഡേറ്റുകളാണ് ഉപഭോക്താക്കൾക്കായി മെറ്റ വരുത്തിയത്. റീൽസിന്റെ ദൈർഘ്യം, ക്വൈറ്റ് മോഡ്, ഡിസപ്പിയറിംഗ് മെസ്സേജസ്, അങ്ങനെ പല സവിശേഷതകൾ ഇൻസ്റ്റഗ്രാമിന് പുതുതായി വന്നിട്ടുണ്ട്. വാട്സാപ്പിലേക്ക് എത്തുമ്പോൾ സെലിബ്രിറ്റികൾക്കും കമ്പനികൾക്കും വാട്സാപ്പ് ചാനൽ എന്ന പുതിയ സവിശേഷത വന്നു. കേരളത്തിൽ മോഹൻലാൽ ആരംഭിച്ച വാട്സാപ്പ് ചാനലാണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അനുദിനം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന നവമാധ്യമ ലോകത്തെ വലിയ രീതിയിൽ പുതുക്കിപ്പണിത വർഷമായിരുന്നു 2023. ഇനി വരാൻ പോകുന്ന വർഷം എന്തൊക്കെ സംഭവിക്കാനിരിക്കുന്നുവെന്ന് കാത്തിരുന്ന് കാണാം. എന്താണ് ബ്രോ, മോഡേണോ? ഞാൻ എഫ് ഫോട്ടോഗ്രാഫറാണ്. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്.